ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 5 അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ്. ഇത് നമ്മുടെ 5ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 90 ആണ്. അതിനു മുമ്പുള്ള എല്ലാ പേജിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലനേഷൻ സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വൈ? റെക്കോർഡ് യുവർ ഇൻഫറൻസ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വാട്ടർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി ദ മോളിക്യൂൾസ് ഓഫ് എ വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ അതിൽ മോളിക്യൂൾസ് വാട്ടറിൻ്റെ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും അടങ്ങിയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കൂ. വിച്ച് ആർ ദ അതർ പ്യുവർ സബ്സ്റ്റൻസ്? ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ. ഇപ്പോൾ അയണും കോപ്പറും പറയുന്നത് വി ആർ പ്യുവർ സബ്സ്റ്റൻസ്. കാർബൺ പറയുന്നുണ്ട്, അതേപോലെ വാട്ടർ പറയുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ആസ് പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഓക്കെ, ഇവിടെ പോറിഡ്ജ് നിങ്ങൾക്കറിയാലോ, കഞ്ഞി, വാട്ടർ, സോൾട്ട് ആൻഡ് അതർ സബ്സ്റ്റൻസ്. അതെന്താണ്? മിക്സ്ചറാണ്. ഓക്കെ, മിക്സ്ചറാണ്. പോറിഡ്ജ് എന്ന് പറയുന്നത് മിക്സ്ചറാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് മാത്രമാണുള്ളത്. അതിന് നമുക്ക് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഷുഗറിൽ ഷുഗർ മാത്രമാണുള്ളത്, നമുക്ക് അതെന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഇനി സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ട്, അപ്പോൾ 2 എണ്ണം ഉണ്ട്, അപ്പോൾ അതിനെ നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. ബട്ടർ മിൽക്കിൽ വാട്ടർ, സോൾട്ട് ആൻഡ് അതർ സബ്സ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. പ്യുവർ വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഇനി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഗോൾഡ് ജുവൽസിൽ ഗോൾഡ് മാത്രമല്ല, സിൽവറും കോപ്പറും ഒക്കെ ഉണ്ട്, അതൊരു അലോയ് ആണ്, അതിന് നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. ഗോൾഡിൽ ഗോൾഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വൈ? റെക്കോർഡ് യുവർ ഇൻഫറൻസ് ഇൻ ഡയറി. അപ്പം പ്യുവർ വാട്ടർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. അപ്പോൾ വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾസേ ഉള്ളൂ, അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ള ഒരു മോളിക്യൂൾ മാത്രമേ ഉള്ളൂ ഇൻ എ ഫിക്സഡ് റേഷ്യോ. ദർ ആർ നോ ഇമ്പ്യൂരിറ്റീസ് ഓർ അതർ സബ്സ്റ്റൻസ് പ്രസൻറ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും ഏതൊക്കെയാണെന്ന് കണ്ടു. പെൻസിൽ ഗ്രാഫൈറ്റ്, അതേപോലെ തന്നെ ഷുഗർ, അതേപോലെ പ്യുവർ വാട്ടർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇവയൊക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. കോപ്പർ നമ്മൾ നേരത്തെ ഫസ്റ്റ് പേജിൽ കണ്ടല്ലോ. കോപ്പർ, അയേൺ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പ്യുവർ വാട്ടർ, ഇതൊക്കെ എന്ത് എക്സാമ്പിളാണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത 91 പേജ് നോക്കാം. ഈസ് പ്യുവർ കോക്കനട്ട് ഓയിൽ എ പ്യുവർ സബ്സ്റ്റൻസ്? കോക്കനട്ട് ഓയിൽ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, you might have been seen advertisement of pure coconut oil, pure milk, pure ghee, etc. അപ്പോൾ നമ്മൾ പരസ്യം കാണുന്നതാണല്ലോ TV-യിലൊക്കെ. ശുദ്ധമായ നെയ്യ്, ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പരസ്യങ്ങളും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ബട്ട് ദ വേർഡ് പ്യുവർ ഈസ് ഇൻ സയൻസ് ഡസ് നോട്ട് മീൻ ദ സെയിം ആസ് ഇൻ അഡ്വർടൈസ്മെന്റ്. പക്ഷെ നമ്മൾ സയൻസിൽ പറയുന്ന പ്യുവർ എന്നുള്ള ശുദ്ധമായത് എന്നതും അതേപോലെ അഡ്വർടൈസ്മെന്റിൽ ഉപയോഗിച്ചതും വ്യത്യാസമുണ്ട്. ഇൻ ദ മാർക്കറ്റ് പ്യുവർ കോക്കനട്ട് ഓയിൽ മീൻസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി അതർ ഓയിൽസ് ഓർ കമ്പോണൻസ്. അപ്പം ഈ മാർക്കറ്റിൽ പ്യുവർ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അതിൽ വേറെ എണ്ണകളൊന്നും ഇല്ല. സയന്റിഫിക്കലി കോക്കനട്ട് ഓയിൽ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് മോളിക്യൂൾസ് ഓഫ് മെനി കമ്പോണൻസ്. ഓക്കെ, you have understood the difference between pure substance and mixtures. Find more example for each category and complete the table. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്ചേഴ്സിനെയൊക്കെ കുറിച്ചുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്യുവർ സബ്സ്റ്റൻസിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്തെല്ലാം എഴുതാം? വാട്ടർ എഴുതാം, അയൺ എഴുതാം, കോപ്പർ എഴുതാം, കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാം, ഓക്സിജൻ എഴുതാം, സൾഫർ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മിക്സ്ചേഴ്സിൽ തന്നെ 2 തരം മിക്സ്ചേഴ്സ് ഉണ്ട്, ഹോമോജീനിയസും ഹെട്രോജീനിയസും. ഹോമോജീനിയസിൻ്റെ കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? എയർ എഴുതാം.
പിന്നെ സോൾട്ട് സൊല്യൂഷൻ എഴുതാം, ഷുഗർ സൊല്യൂഷൻ എഴുതാം, കോക്കനട്ട് ഓയിൽ എഴുതാം, വിനാഗിരി എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഹെട്രോജീനിയസ് മിക്സ്ചറിൽ എന്ത് എഴുതാം? സോയിൽ, സാൻഡ് ആൻഡ് സോൾട്ട്, ഫ്രൂട്ട് സാലഡ്, മിൽക്ക്, ലെമൺ ജ്യൂസ് വിത്ത് വെൾപ്പ്, സെറിൽ വിത്ത് മിൽക്ക്, ഇതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്തത് ടോപ്പിക് സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ്. ഈ മിക്സ് നമ്മൾ കണ്ടല്ലോ. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓർ മോർ കോമ്പൗണ്ടന്റ്, അതായത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടന്റ് മിക്സ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്ന മിക്സ്ചേഴ്സ്. അപ്പോൾ മിക്സ്ചേഴ്സിൽ എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ, സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ വേർതിരിച്ചെടുക്കാം. അപ്പം നോക്കൂ, റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺസ്. ഈ അരിയിൽ നിറച്ചു കല്ലുകളുണ്ട്. അപ്പൊ നമുക്കത് വേർതിരിക്കണം. അതേപോലെ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അയൺ പൗഡർ, പൂഴിയും ഉണ്ട്, അതേപോലെ അയൺ പൗഡർ ഉണ്ട്. ഇതിനെ നമുക്ക് വേർതിരിച്ചിരിക്കണം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക, മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ആർ ദ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഹൗ കൺ ബി സെപ്പറേറ്റ് ദ കമ്പോണന്റ് ഫ്രം ദീസ് മിക്സ്ചേഴ്സ്? ഇനി ഇതിൽ നിന്ന് ഒന്നിനെ നമുക്ക് എങ്ങനെ വേർതിരിക്കാം? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സോളിഡ് ഫ്രം ലിക്വിഡ്, അതിന് ഉദാഹരണമാണ് സാൻഡ് ആൻഡ് വാട്ടർ. സാൻഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാൻഡ് എന്ന് പറയുന്നത് സോളിഡ് ആണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്. ഇനി സൊല്യൂട്ട് ഫ്രം സൊല്യൂഷൻ, സാൾട്ട് ഫ്രം സാൾട്ട് വാട്ടർ, അതാണ് സൊല്യൂട്ട് ഫ്രം സൊല്യൂഷന്റെ എക്സാമ്പിൾ. ഹെവിയർ സോളിഡ് ഫ്രം ലിക്വിഡ്, ഹെവിയർ സോളിഡ് എന്ന് പറയുമ്പോൾ മഡ് ആൻഡ് വാട്ടർ. മാഗ്നറ്റിക് ഫ്രം നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അത് അയൺ ഫില്ലിങ്സ് ഫ്രം സോൾട്ട്. ഇനി ലിക്വിഡ്സ് വിത്ത് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റ്സ്, ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ഇനി നമുക്ക് അതുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. വിച്ച് ആർ ദ കമ്പോണൻസ് ഓഫ് ദീസ് ടു മിക്സേഴ്സ്? എക്സാമിൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഡു റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് സെയിം കളർ? ഡു ദേ ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്? അപ്പോൾ ഡു റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് സെയിം കളർ, ഡു ദേ ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്. അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? റൈസ് ആൻഡ് സ്റ്റോൺസ് ജനറലി ഡു നോട്ട് ഹാവ് ദ സെയിം കളർ. റൈസിനും സ്റ്റോണിനും ഒരേ കളറും ഒന്നുമല്ല, ഷേപ്പും അല്ല, സൈസും അല്ല. വിച്ച് ഇസ് വൈ ദേ ക്യാൻ സെപ്പറേറ്റഡ് ബൈ ഹാൻഡ് മേക്കിംഗ്. അപ്പം നമുക്ക് അതെങ്ങനെ കൈകൊണ്ട് എടുത്തു മാറ്റാം? അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പും കളറും ഒക്കെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരിയെയും അതേപോലെ കല്ലിനെയും വേർതിരിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് അത് എന്ത് ചെയ്യാം? സെപ്പറേറ്റഡ് ബൈ ഹാൻഡ് പിക്കിംഗ്. കൈകൊണ്ട് നമുക്ക് അത് ഹാൻഡ് പിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ദ കമ്പോണന്റ് ഓഫ് വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്. ഏതാ ഇതിൽ നമുക്ക് ഹാൻഡ് കൊണ്ട്, കൈകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്താണ്? ദ കമ്പോണൻസ് ഓഫ് ദ റൈസ് ആൻഡ് സ്റ്റോൺ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്. റൈസും സ്റ്റോണും നമുക്ക് കൈകൊണ്ട് മാറ്റാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ സ്റ്റോൺസ് have the same size and color that of rice, would it possible to separate by them hand? ഇനി ഈ സ്റ്റോൺസിനും അതേപോലെ റൈസിനും ഒരേ കളറും ഒരേ സൈസും ഒക്കെ കാണിച്ചാൽ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? It would be very difficult or impossible to separate them by hand if they have the same size and color. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരേ കളറും അതേപോലെ തന്നെ ഒരേ സൈസും ഉണ്ടെങ്കിൽ ഈ റൈസിനെയും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോണിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ വിഷമമാണ്. ഇത് ഒരേ ഡിഫറെൻറ്റ് സൈസ് ആയതുകൊണ്ടാണ്, ഡിഫറെൻറ്റ് ഷേപ്പും ആയതുകൊണ്ടാണ് നമുക്ക് അരി വേറെ അതേപോലെ സ്റ്റോൺ വേറെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അതേസമയം ഒരേപോലെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ദം ബൈ ഹാൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്യാൻ അയൺ ഡസ്റ്റ് ബി സെപ്പറേറ്റ് ഫ്രം സാൻഡ്? അയൺ ഡസ്റ്റ് നമുക്ക് പൂഴിയിൽ നിന്ന് മണലിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുമോ? യെസ്, അയൺ ഡസ്റ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്. അയൺ ഡസ്റ്റും നമുക്ക് പൂഴിയിൽ നിന്ന് വേർതിരിക്കാം. Can iron powder can be separated from sand for making use of any other property of iron powder? അപ്പോൾ നമുക്ക് ഈ അയൺ പൗഡർ എങ്ങനെയാണ് സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക? അതിന് നമുക്ക് ഈ അയൺ പൗഡറിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, iron powder can be separated by sand by using its magnetic property. അപ്പോൾ നമുക്കറിയാം അയൺ പൗഡർ എന്ന് പറയുമ്പോൾ ഇരുമ്പും കാന്തവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിനെ വേർതിരിക്കാം. ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെപ്പറേഷൻ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഇനി ഫോളോയിങ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് സെപ്പറേഷൻ മെത്തേഡ് എന്നാണ് നമ്മളിനി പറയേണ്ടത്. ഹൗ ഡു വി സെപ്പറേറ്റ് ടീ ഡസ്റ്റ് ഫ്രം ടീ? ചായയിൽ നിന്ന് ചായപ്പൊടി നമ്മൾ എങ്ങനെയാണ്
ടി ഡസ്റ്റ് ഫ്രം ടി എങ്ങനെയാണ് നമ്മുടെ വേർതിരിക്കുക? അത് നമ്മൾ വീട്ടിൽ കാണുന്ന കാര്യം തന്നെയാണ് അല്ലേ. ടി ഡസ്റ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ബ്രൂഡ് ടീ ബൈ ഫിൽട്രേഷൻ ഓർ സീവിങ്. സീവിങ് എന്ന് പറഞ്ഞാൽ എന്താ? അരിപ്പ. അരിപ്പയിലൂടെയാണ് നമ്മൾ ഇത് എന്താണ് ടി ഡസ്റ്റ് ഡി ഡസ്റ്റ് ടീയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് വർക്ക്സ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ദ ടി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ലിക്വിഡ് ടീ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? ടി ഡസ്റ്റ് നമുക്ക് അതിന്റെ സൈസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഹൗ ആർ സ്മോൾ സ്റ്റോൺസ് റിമൂവ്ഡ് ഫ്രം റൈസ് വൈൽ വാഷിംഗ് ഇറ്റ് ബിഫോർ കുക്കിംഗ്. അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അരിയിൽ ചിലപ്പോൾ കല്ലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സ്മോൾ സ്റ്റോൺസ് ആർ റിമൂവ്ഡ് ഫ്രം റൈസ് ബൈ പ്രോസസ് കോൾഡ് ഡിക്കാൻഡേഷൻ ഓർ വിനോയിങ്. അതിന് നമ്മൾ പറയുന്ന വേറൊരു മെത്താണ് ഡീക്കാൻഡേഷൻ ഓർ വിനോയിങ്. വിനോയിങ് എന്ന് പറഞ്ഞാൽ പാറ്റ. ഓക്കെ, since the stones are heavier, they settle at the bottom while the lighter rice can be washed away. How are small stones removed from rice while washing it ബിഫോർ കുക്കിംഗ്? എങ്ങനെയാണ് സ്മോൾ സ്റ്റോൺസ് നമ്മൾ റിമൂവ് ചെയ്യുക? അത് നമ്മൾ പറഞ്ഞു. വിച്ച് ആർ ദ വേസ് ബൈ വിച്ച് മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്. മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ ചെളിവെള്ളം. ചെളിവെള്ളം എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യാന്ന്? മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് ത്രൂ സെവറൽ മെത്തേഡ്. അത് പ്യൂരിഫൈ ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതിന് പറയുന്ന മെത്തേഡാണ് സെഡിമെന്റേഷൻ അല്ലെങ്കിൽ ഡീക്കാൻഡേഷൻ ആൻഡ് ഫിൽട്രേഷൻ. സെഡിമെന്റേഷൻ അലൗസ് ദ മഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ അറ്റ് ദ ബോട്ടം. നമ്മൾ കുറേ നേരം ചെളിവെള്ളം ഇങ്ങനെ ഒരു ഗ്ലാസ്സിലൊക്കെ വെച്ചിരുന്നാൽ മെല്ലെ മെല്ലെ അതിൽ ചളി മഡ് പാർട്ടിക്കിൾസ് അതിൻ്റെ താഴെ ഇങ്ങനെ സെറ്റിലാവുന്നത് നമുക്ക് കാണാം. ഡീക്കാൻഡേഷൻ ഇൻവോൾവ്സ് പോറിംഗ് ഓഫ് ദ ക്ലിയർ വാട്ടർ ആൻഡ് ഫിൽട്രേഷൻ യൂസസ് ഫിൽറ്റർ ടു ട്രാപ്പ് ദ റിമൈനിങ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്ക് മഡി വാട്ടർ പ്യൂരിഫൈ ചെയ്യാനുള്ളത്. ഒന്ന് സെഡിമെന്റേഷൻ ആണ്, ഒന്ന് ഡീക്കാൻഡേഷൻ ആണ്, അനദർ മെത്തേഡ് ഈസ് ഫിൽട്രേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ടി ഡസ്റ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ടീ ബൈ ഫിൽട്രേഷൻ. അതിനൊരു മെത്തേഡാണ് ഫിൽട്രേഷൻ. അത് നമ്മൾ ഫിൽട്രേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ചായപ്പൊടി ചായയിൽ നിന്ന് വേർതിരിക്കാം. ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ പാർട്ടിക്കിൾ സൈസ്. സ്മോൾ സ്റ്റോൺസ് ആർ റിമൂവ്ഡ് ഫ്രം റൈസ് ബൈ ഹാൻഡ് പിക്കിംഗ് ഓർ സീവിങ്. ഓക്കെ, വിച്ച് റിലേസ് ഓൺ ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. മഡി വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ബൈ സെഡിമെന്റേഷൻ ഓർ ഡീക്കാൻഡേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഒക്കെ ഉത്തരമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ദർ ആർ ഈവൻ മോർ മെത്തേഡ്സ് സെപ്പറേഷൻ ഒബ്സർവ് പിക്ചേഴ്സ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി മെത്തേഡ്സ് നമ്മൾ ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ, ഡിക്കാൻഡേഷൻ, വിനോയിങ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. കുറച്ചും കൂടി കാര്യങ്ങൾ പലതരം മെത്തേഡ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നതാണ്. സെപ്പറേറ്റ് സാൾട്ട് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ ദ സാൾട്ട് ഫിൽട്ടർ. ഇത് സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് വേർതിരിക്കാം. സെപ്പറേറ്റിംഗ് ദ ഷാഫ് ഫ്രം പാടി. അതായത് പാടി നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്ന ഒരു ഉമി വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്. തൈരിൽ നിന്ന് ബട്ടർ വെണ്ണ വേർതിരിച്ചെടുക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ 4 ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ആണ്. അനലൈസ് ഈച്ച് ഇമേജ് യൂസിങ് ദ ഫോളോയിങ് ക്ലോസ് ഫൈൻഡ് ദ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ദ കോമൺ ടാബ്ലേറ്റ്. അപ്പോൾ ഇതൊക്കെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സാൾട്ട് ഫിൽട്ടർ. ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ ആണ്. ഉപ്പ് ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് ഇവാപ്രേഷൻ മെത്തേഡാണ്. ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്. ചേണിങ് ആണ്, അതിന് പറയാ ചേണിങ് എന്നാണ്. അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്. മാഗ്നറ്റിക് സെപ്പറേഷൻ. പാടി ആൻഡ് ചാഫ് ആർ സെപ്പറേറ്റഡ്. വിനോയിങ്, പാറ്റുക. നമ്മൾ മുറത്ത് നോക്കാൻ പാറ്റുന്നത് നിങ്ങൾ കണ്ടില്ലേ വീട്ടിൽ, അതേപോലെ പാറ്റുക. അതാണ് വിനോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടേബിൾ നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫ്രം ദ ടേബിൾ ഐഡന്റിഫൈ ദ കോണ്ടെക്സ്റ്റ് that utilize the change of state of matter for the separation of a dissolved component. How is the process separating butter from curd different from others? Which situation make uses of magnetic property of component for separation? Which property is used to separate chaff from paddy?
Okay, and okay, answer നമുക്ക് നോക്കാം. Which properties of component do we use in these two method of separation? For picking up എന്നാണ് the properties used are different in size, shape and color of the component. In separation using magnet ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് the property used the magnetic nature of one of the components. ഇനി salt is separated from seawater collected in saltwater. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഇവാപ്രേഷൻ. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഇവാപ്രേഷൻ. വെൻ സീ വാട്ടർ ഈസ് ലെഫ്റ്റ് ഓപ്പൺ സാൾട്ട് ഫീഡ്. ഇപ്പം നമ്മൾ കടൽ വെള്ളം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഫീഡ്സിൽ ഓപ്പൺ ആയിട്ട് വെക്കുക വെച്ചാൽ ദ വാട്ടർ ഇവാപ്രേറ്റ് ഡ്യൂ ടു ദ ഹീറ്റ് ഫ്രം ദ സൺ. അപ്പം അതിലുള്ള വെള്ളം ഇവാപ്രേറ്റ് ചെയ്തിട്ട് ചൂട് കൊണ്ട് സൂര്യനിൽ നിന്നുള്ള ചൂട് കൊണ്ട് അത് ഇവാപ്രേറ്റ് ആവിയായിട്ട് മേലോട്ട് പൊന്തി പോവുകയാണ്. ലീഡിങ് ദ സാൾട്ട് ബിഹൈൻഡ് ഇറ്റ്സ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ സോൾട്ട് അവിടെ തന്നെ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാവും. ദിസ് പ്രോസസ് യൂട്ടിലൈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് ടു സെപ്പറേറ്റ് ദ ഡിസോൾവ്ഡ് സാൾട്ട്. ഇനി സെപ്പറേഷൻ ഓഫ് ബട്ടർ ഫ്രം കേർഡ്, അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ചേർണിങ്. അവിടെ നമ്മൾ കടയുക എന്നാണ് പറയുക, ചേർണിങ്. ഓക്കെ, ഇനി അടുത്ത സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്. അയൺ പൗഡർ സാൻഡിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട്. ദിസ് മെത്തേഡ് ഈസ് a magnet can be used to attract to separate the iron powder from the mixture of iron powder and sand. In separation of shaft from party, the property used to separate shaft from party is the different in their weight or density. A weight ആണ് അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് വിന്നോയിങ്. ഇതിന് പറയുന്ന പേരാണ് വിന്നോയിങ്. ഷാഫ് ഈസ് മച്ച് ലൈറ്റർ ദാൻ പാഡി ഗ്രെയിൻസ്. നെല്ലിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഷാഫ് എന്താണ്, വളരെ ലൈറ്ററാണ്, വളരെ ഭാരം കുറഞ്ഞതാണ്. അപ്പം നമ്മളിങ്ങനെ അത് ഹൈറ്റിൽ നിന്ന് അത് താഴോട്ട് വെക്കുമ്പോൾ അത് പാറിപ്പോകും. കാറ്റ് വന്നിട്ട് ആ ലൈറ്റ് ചാഫ് ഹെവി, അതായത് ആ വെയിറ്റ് കുറഞ്ഞ ആ ചാഫ് അവിടുന്ന് എന്താ പോവുകയാണ്, പാറിപ്പോവുകയാണ്. അതിനെയാണ് വിനോയി. വിൻഡ് കാറ്റ് വന്ന് അതിനെ പാറ്റുകയാണ്. വൈൽ ദ ഹെവിയർ പാഡി ഗ്രെയിൻസ് വാൾ സ്ട്രെയിറ്റ് ഡൗൺ. അപ്പോൾ ഈ ഭാരം കൂടിയ നെല്ല് താഴെ സ്ട്രെയിറ്റ് ആയിട്ട് വീകുന്നു. ഈ ഭാരം കുറഞ്ഞ ഷാഫ് എന്താണ്, അത് ഇങ്ങനെ പാറി അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ്. Okay, you have understood the method of separation also varies according to the nature of the component. Explore the find out more methods of separation we use our daily life. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോസസ്സ് ഹാൻഡ് പിക്കിംഗ് ആണ്. സ്റ്റോൺസ് ആർ റിമൂവ്ഡ് ഫ്രം റൈസ് ഓർ പൾസസ് ബൈ ഹാൻഡ്. വിനോയിങ് farmers separate husk from grains used using mint. Sieving, flour is sifted to separate fine flour from coarse particles. Sedimentation and decantation, filtration, evaporation, distillation. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. Having you understood that we use the pure substance and mixtures in many situation in our day-to-day life. അപ്പോൾ നമ്മൾ ഈ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വൈ ഷുഡ് വി അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്? ഈസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ അസ് ലീഡ് ടു in our daily life in a better way? Besides, we should be able to make a new substance when needed and also make use of different methods of separation. ഇനി ലെറ്റസ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഈ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചാണ്. വി യൂസ് എ പ്യുവർ സബ്സ്റ്റൻസ് സച്ച് as വാട്ടർ, ഓക്സിജൻ ആൻഡ് മെറ്റൽസ് ഫോർ സ്പെസിഫിക് പർപ്പസ്. And mixtures such as air, milk and soil are all around us. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുള്ള വെള്ളം, ഓക്സിജൻ, അതേപോലെ മെറ്റൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ മിക്സ്ചേഴ്സും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് ബിക്കോസ് എന്തിനാണ് ഈ അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഈ പ്യുവർ സബ്സ്റ്റൻസിൻ്റെയും അതേപോലെ മിക്സ്ചേഴ്സിൻ്റെയും നമ്മൾ മനസ്സിലാക്കി. ഇറ്റ് ഹെൽപ്സ് യൂസ് മെറ്റീരിയൽസ് കറക്റ്റ്ലി ഇൻ അവർ ഡെയിലി ലൈഫ്. We can separate useful components from mixtures when needed. It allows us to create new substance for our needs. It helps in industries, medicine, agriculture and household activities. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഈ മിക്സ്ചേഴ്സും സബ്സ്റ്റൻസ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസസ് നോക്കാം. ലെറ്റസസിൽ
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ഡ്രിങ്ക് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സാൾട്ട് ആൻഡ് ഷുഗർ ടു സോഡ വാട്ടർ. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ദിസ് മിക്സ്ചർ? ഈ മിക്സ്ചറിൻ്റെ ഒരു കമ്പോണൻസ് എന്തൊക്കെയാണ്? ദ കമ്പോണൻസ് ഓഫ് ദിസ് മിക്സ്ചർ ആർ സാൾട്ട്, ഷുഗർ ആൻഡ് സോഡ വാട്ടർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദിസ് ഡ്രിങ്ക് എ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് മിക്സ്ചർ? അപ്പോൾ ഇതൊരു ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ബിക്കോസ് ദ സാൾട്ട് ആൻഡ് ഷുഗർ ഡിസോൾവ്ഡ് കംപ്ലീറ്റ്ലി ഇൻ ദ സോഡ വാട്ടർ ഫോമിങ് എ യൂണിഫോം സൊല്യൂഷൻ. അപ്പോൾ ഇതിന് നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. കാരണം സാൾട്ടും ഷുഗറും ഈ സോഡ വാട്ടറിൽ ഡിസോൾവ് ചെയ്യേണ്ട, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവാണ്. അതുകൊണ്ട് അത് എവിടെ നമ്മൾ താഴേന്നോ മേലേന്നോ നടക്കുന്നോ ഒക്കെ നമ്മൾ രുചിച്ച് നോക്കിയാൽ ഒരേ രുചിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഒരേ രുചിയായിരിക്കും എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് നമുക്ക് ഹോമോജീനിയസ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1 സ്പൂൺ ഓഫ് സാൾട്ട് ഈസ് ആഡഡ് ടു എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു സ്പൂണ് സാൾട്ട്, ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടു. ദർ ഈസ് അൺഡിസോൾവ്ഡ് സാൾട്ട് ഇൻ ദ ഗ്ലാസ്. അപ്പോൾ അത് മുഴുവൻ ഡിസോൾവ് ആയില്ല, ലയിച്ച് ചേർന്നില്ല. വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ഇറ്റ് ഹോമോജീനിയസ് മിക്സ്ചർ? അപ്പോൾ അതിനെ നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ ആക്കണം. അതിനെന്ത് ചെയ്യും? Stir the solution well and heat the water slightly to the whole that salt dissolves. നമ്മൾ ഒന്നെങ്കിൽ നല്ലവണ്ണം അത് കലക്കുക, നല്ലവണ്ണം സ്പൂൺ ഇട്ടിട്ട് സ്റ്റെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഹീറ്റ് ചെയ്യുക. അപ്പോൾ അത് നല്ലവണ്ണം ഡിസോൾവ് ചെയ്യും. When all the salt dissolves, it becomes homogeneous mixture. അപ്പോൾ എല്ലാ സാൾട്ടും ഡിസോൾവ് ചെയ്ത് വരുമ്പോൾ അതൊരു ഹോമോജീനിയസ് മിക്സ്ചറായി മാറും. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ്? എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെൻറ്റ്സ്, ബ്രോൺസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം. ടേക്ക് യെസ് the correct ones among these. Okay, all these are not pure substance. All these are not pure substance. അപ്പോൾ അതിന് ഇൻകറക്റ്റ് ആണ്. സം കാർബൺ ഡൈ ഓക്സൈഡ് ആർ പ്യുവർ സബ്സ്റ്റൻസ്. ഇനി ബ്രാസ്, അയൺ ആൻഡ് ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സ്ചേഴ്സ്. ശരിയാണ്, കറക്റ്റ് ആണ്. ഇനി ബ്രാസ്, അയൺ, ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സ്ചേഴ്സ്, കറക്റ്റ് ആണ്. ഗോൾഡ് ഓർണമെൻറ്റ് ഇസ് എ മിക്സ്ചർ, കറക്റ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസ്, അതും കറക്റ്റ് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് കറക്റ്റ് ഉള്ളത്. ഏതൊക്കെയാണ്? സിയും ഡിയും ആണ് കറക്റ്റ്. ഗോൾഡ് ഓർണമെൻറ്റ് ഈസ് എ മിക്സ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസ്. ഇത് ഓപ്ഷൻ സിയും ഡിയും ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലുള്ള എല്ലാ പേജിലെയും മുഴുവൻ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്ത്, മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലെറ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. താങ്ക് യു.